ഹായ്, ഞാൻ ജോസൂട്ടിയുടെ അപ്പ. ഹായ്, ഐ സ്റ്റീവൻ അപ്പാസ് ജോസൂട്ടി. ഞങ്ങൾ ഇന്ന് കിൽക്കനിയിൽ ആണ്. ഞങ്ങളൊരു വെക്കേഷൻ ട്രിപ്പ് പോലെ ഒരു ദിവസം കിൽക്കനി കാണാനായിട്ട് എത്തിയതാണ്. ഇത് നമ്മുടെ കിൽക്കനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സിറ്റിയിലേക്ക് വരുന്ന ഭാഗമാണ്. അവിടെ നിന്ന് ഇത് ഒരു കിൽക്കനി ഡൗൺ ടൗൺ. ശരിക്കും ഇവിടെ കുറച്ച് കൺഫ്യൂഷനാണ്. കാരണം ഒരുപാട് ക്രോസിങ്ങുകളുണ്ട് ഈ ടൗണിൽ തന്നെ. ഇതുണ്ട്, ഇവിടെ ഒരെണ്ണം, അവിടെ ഒരെണ്ണം. പക്ഷെ നല്ല സുന്ദരമാണ് കേട്ടോ, ഭയങ്കര രസമുണ്ട്. നല്ല പൂക്കളൊക്കെ വെച്ച് ഉണ്ടല്ലേ. അതുമല്ല, ഈ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യം ഒരു റോഡ്, ഇപ്പം ഞങ്ങൾ ഒരെണ്ണം ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത സിഗ്നലിന് വേണ്ടിയിട്ട് ഇപ്പോൾ അടുത്ത സിഗ്നൽ വന്നു. അവിടെ നിന്ന് നമ്മൾ ഇനി ക്രോസ് ചെയ്ത് അടുത്ത റോഡ് നമ്മൾ ക്രോസ് ചെയ്ത് ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് കിൽക്കനി ടൗണിൽ തന്നെ. അതായത് കിൽക്കനിയിലേക്ക് കാണാനെത്തുന്ന ട്രെയിൻ മാർഗമൊക്കെ വരുന്നവർക്ക് ട്രെയിനിൽ വന്നിട്ട് ആദ്യം നമ്മൾ ഈ ജംഗ്ഷനിലേക്കാണ് വരുന്നത്. ഈ ജംഗ്ഷനിൽ റോഡൊന്ന് ക്രോസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ കുറച്ചധികം കടമ്പകൾ കടക്കണം. അങ്ങനെ അവിടുത്തെ പച്ച വന്നു. ഇനി അങ്ങോട്ടല്ലേ, അങ്ങോട്ടാ പോകേണ്ടത്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും അടുത്ത ക്രോസിങ്. ക്രോസ് ഓക്കെ. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യേണ്ട ആ ഒരു റോഡ് ക്രോസിങ്ങിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ശരിക്കും ഇതൊരു വളരെ മനോഹരമായ, എന്താ പറയുക, അയർലൻഡിൻ്റെ ഒരു തനതായ പഴയ ഒരു പട്ടണമാണ്. അല്ല, കെട്ടിടങ്ങൾ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം. പിന്നെ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും കാണുന്നത് പോലുള്ള ഡൗൺ ടൗണുകളിൽ ഞാനിപ്പം കണ്ടതിലൊരു നല്ലൊരു ഡൗൺ ടൗൺ. നമ്മൾ അപ്പുറത്തുനിന്ന് നോക്കുമ്പം കൃത്യമായ ഒരു ഡൗൺ ടൗൺ ആയിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ട് ഈ കിൽക്കനി. അപ്പം പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ബിൽഡിങ്ങുകളും കണ്ടില്ല, നമ്മൾ കേരളത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെ ചെറിയ ചെറിയ റോഡിനപ്പുറം ഇപ്പുറമായിട്ട് പഴയ കടകളാണ്. പക്ഷെ അതെല്ലാം ഈ പൂക്കളൊക്കെ വെച്ച്, എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഇതാണ് കേട്ടോ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഹോട്ടൽ. ഇതാണ് ദ കിൽഫോർഡ് ആംസ്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്ര മിനിറ്റ് ആണ്? 5 to 7 minutes നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇതുണ്ടല്ലേ ശരിക്കൊരു ഡൗൺ ടൗൺ. എന്ത് രസമെന്ന് നോക്കി. ഇതിനകത്ത് ഇവിടങ്ങളുണ്ട്. ഇത് വ്യത്യസ്തത എന്താണെന്ന് പറഞ്ഞാൽ, വ്യത്യസ്തത എന്നല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലും ചെറിയ ടൗണുകളിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കളറുകൾ പല കളറുകളിൽ അടുപ്പിച്ചടുപ്പിച്ച്, അതിപ്പം മഞ്ഞയാണെങ്കിലും പച്ചയാണെങ്കിലും ഒക്കെ അങ്ങനെ പല കളറുകളിലും പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ബിൽഡിങ്ങുകൾ. പിന്നെ അതുപോലെ തന്നെ എല്ലായിടത്തും ഇതുപോലെ പൂക്കുട്ടകൾ, ഇങ്ങനെ പൂക്കൾ നിറച്ച് മനോഹരമായിട്ട് അത് സ്ട്രീറ്റിലുമൊക്കെ ഇങ്ങനെ എല്ലായിടത്തും പൂക്കൾ കാണാം. അത് നമ്മുടെ നാട്ടിൽ ഞാനിപ്പോൾ പറയാൻ തുടങ്ങിയതാണ്. അതായത് സുൽത്താൻ ബത്തേരിയിൽ, എനിക്ക് തോന്നുന്നു വയനാട് സുൽത്താൻ ബത്തേരിയിൽ ടൗൺ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതുണ്ടല്ലേ പഴയൊരു പള്ളി. ഇവിടെ അയർലൻഡിൽ ഇതുപോലെ ഒരുപാട് പള്ളികളും ക്യാസിലുകളും നിറഞ്ഞൊരു രാജ്യമാണ് അയർലൻഡ്. അതിൽ കിൽക്കനി എനിക്ക് തോന്നുന്നു നമ്മൾ ലാൻഡ്സ്കേപ്പ് കൊണ്ടും അങ്ങനെ മനോഹരമായ ഒരു സ്ഥലം. അതായത് ആളുകൾക്ക്
എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡബ്ലിൻ പോലുള്ളൊരു സിറ്റി ആയിട്ടല്ല, അല്ലാതെ ഒരു അയർലൻഡിൻ്റെ ഒരു ശരിയായ സൗന്ദര്യവും പിന്നെ ഒരു ട്രഡീഷണലായിട്ട് ഉള്ളൊരു ജീവിത രീതികളും ഒക്കെ മനസ്സിലാക്കാനും റിയലായിട്ടുള്ള ഐറിഷ് ആളുകളെയൊക്കെ പരിചയപ്പെടാനും ഒക്കെ കാണാനൊക്കെ പറ്റുന്ന ഡബ്ലിനിൽ നിന്ന് അധികം ദൂരമില്ല. ഒരു 1.25 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ളതേ ഉള്ളൂ. കാറിലാണെങ്കിൽ അതിലും കുറവ് ഈസിയാണ്. പിന്നെ നമ്മൾ ട്രെയിനിൽ ഡബ്ലിൻ സിറ്റിയിൽ നിന്ന് ട്രെയിനിൽ പോവുകയാണെങ്കിലും അത് ഒരു വാട്ടർഫോർഡ് കൗണ്ടി വാട്ടർഫോർഡിലേക്കുള്ള ട്രെയിനിലാണ് നമ്മൾ വരേണ്ടത്. അവിടെ നിന്ന് വരുമ്പോൾ ആദ്യം കിൽഡെയർ, പിന്നെ ഏതാ മോനെ കിൽഡെയർ കഴിഞ്ഞ് കാർലോ, കൗണ്ടി കാർലോ, പിന്നെ അഥായി എന്ന് പറഞ്ഞൊരു സ്ഥലം, അത് കൗണ്ടി അല്ലെന്ന് തോന്നുന്നു. നൗ സോ താങ്ക് യു. അപ്പോൾ അത്തായി എന്ന് പറഞ്ഞൊരു സ്ഥലം, അതൊരു കൗണ്ടി അല്ല, പക്ഷെ ചെറിയൊരു ടൗണാണ്. വളരെ മനോഹരമായ ഒരു ആർക്കിടെക്ചർ കൺസ്ട്രക്ഷനൊക്കെ കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അത്തായി. അത് കഴിഞ്ഞ് പിന്നെ കാർലോ കൗണ്ടി, അത് കഴിഞ്ഞ് പിന്നെ വേറെ ഏതോ ഒരു സ്ഥലം കൂടിയുണ്ട്, ഒരു സ്റ്റേഷൻ കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കിൽഡെയർ. അത് കഴിഞ്ഞ് പിന്നെ വാട്ടർഫോർഡിലേക്ക് അധികം ദൂരമില്ല. പിന്നെ ഇതൊരു ശരിയായൊരു മനോഹരമായൊരു ടൗൺ. ഞങ്ങളിപ്പോൾ കിൽഡെയർ ക്യാസിലിലേക്കാണ് നടക്കുന്നത്. കിൽഡെയർ ക്യാസിൽ, അവിടെ ഒരു കിൽഡെയർ ക്യാസിലിനൊരു പാർക്കുണ്ട്. പിന്നെ അവിടെ ഒരു ഗാർഡനൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. ജോസൂട്ടി, പിന്നെ നിനക്ക് എങ്ങനെ തോന്നുന്നുണ്ടാ ഈ സ്ഥലം? I think it's pretty nice and kind of like it's a small town but it's very beautiful. Yeah. ഓക്കെ. അപ്പോൾ മൂൺ ഏഷ്യൻ റെസ്റ്റോറൻറ്റ്, ഒരു മൂൺ ഏഷ്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ എല്ലാം പഴയ കെട്ടിടങ്ങൾ, ടാറ്റു ഷോപ്പ്. മൂൺ ഏഷ്യൻ റെസ്റ്റോറൻറ്റ് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഇന്ത്യൻ അല്ല, ചൈനീസോ അങ്ങനെ മറ്റോ ആയിരിക്കും മിക്കവാറും. പിന്നെ ഇവിടങ്ങളുടെ ഇനി സ്ട്രെയിറ്റ് കുറച്ച് പോകണോ മോനെ കാസിലേക്ക്? ഈ പാലം കണ്ടില്ലേ, എനിക്ക് എപ്പോഴും ഒരു ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളതാണ് ഈ പാലം. കണ്ടോ ഈ പൂക്കൾ കണ്ടോ, എല്ലായിടത്തും പൂക്കളൊക്കെ ആയിട്ട് എന്താ രസം മോനെ, ശരിയായിട്ടുള്ള സൗന്ദര്യം ഉണ്ട്. അതാണോ മോനെ ക്യാസിലോ? അതൊരു ക്യാസിലാണ്. അങ്ങോട്ട് തിരിയണോ? നമുക്ക് റൈറ്റ് ടേൺ ചെയ്യണോ? സ്ട്രെയിറ്റ് ആണോ കാണിക്കുന്നത്? ഓക്കെ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരുപാട് ക്യാസിലുകളുണ്ട് കേട്ടോ. കിൽഡെയറിൽ ഒരു ക്യാസിലൊന്നും, ഇതിപ്പം ഞങ്ങൾ കിൽഡെയർ അല്ലല്ലോ, കിൽക്കനി ക്യാസിൽ എന്ന് പറയുന്നത്. എടാ മോനെ, നമുക്ക് അങ്ങോട്ടല്ല, നമുക്ക് സ്ട്രെയിറ്റ് ഒന്ന് നടന്നു പോയാലോ? സ്ട്രെയിറ്റ് ഒന്ന് നടന്നാലോ? നമുക്ക് സ്ട്രെയിറ്റല്ലേ കാണിച്ചേക്കുന്നത്? എന്ത് രസമാണെന്ന് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുണ്ടോ. അതുകൊണ്ട് അവിടെയൊക്കെ ഒരു എന്താ പറയുക, റോഡ് ക്രോസ് ചെയ്യാൻ ഇവിടെ പിന്നെ ശരിയായിട്ട് ലിറ്ററലി പറഞ്ഞാൽ നോക്കി വളരെ മനോഹരമായ ഒരു എന്താ പറയുക, വാക്കുകളില്ലാത്തതുപോലെ, നമുക്ക് പറയാൻ വാക്കുകളില്ലാത്ത പോലത്തെ സൗന്ദര്യമാണ് ഇവിടങ്ങളിൽ. വളരെ ചെറിയ കണ്ടോ, വൺ വേ ആണ് ഇവിടെ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ആളുകൾക്ക് ഇപ്പം ബസ്സാണെങ്കിലും ഒന്നും ഒരു ധൃതിയൊന്നുമില്ല. അവർ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ, ഇപ്പം ഞങ്ങൾ ഒരു ബസ് വരുന്നത് കണ്ടിട്ട് അവിടെ റോഡ് ക്രോസ് ചെയ്യാതെ നിൽക്കുകയായിരുന്നു. ബസ് ഡ്രൈവർ തന്നെ നമ്മളോട് ക്രോസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വളരെ നല്ല മര്യാദയുള്ളൊരു
ഡ്രൈവേഴ്സാണ്, പ്രത്യേകിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ അങ്ങനെ വളരെ അല്ല ധൃതി പിടിച്ച് ഓടുന്ന പരിപാടിയൊന്നുമില്ല. ഇത് നോക്കി എന്ത് രസമല്ലേ, വളരെ ദൂരം ഉണ്ടല്ലോ കൂട്ടാ, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ മേളിലുണ്ടോ ഫുൾ പൂക്കളാണ് മേളിൽ. ഇവിടെ പിന്നെ പബ്ബുകൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പബ്ബുകൾക്കൊന്നും ഇവിടെ ഒരു പഞ്ഞവും ഇല്ല, എല്ലായിടത്തും പബ്ബുകളും. പിന്നെ എനിക്കൊരു സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ ജോസൂട്ടിക്ക് നടക്കുന്നതിനൊന്നും വലിയ മടുപ്പില്ലല്ലേ കൂട്ടാ? I don't have that much. I'm not tired yet. Yeah. Like, I might get tired. പക്ഷെ കാലിനൊക്കെ വേദനയൊക്കെ ഉണ്ട് കൊച്ചിന്. പക്ഷെ എന്നാലും എന്താണെന്നറിയില്ല, അവൻ നടക്കാമെന്ന് പറയുമ്പം വലിയ കാര്യമായ പരാതി പറയാറില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ അപ്പോൾ അങ്ങനെ നടക്കാൻ പിന്നെ കൂടെ ഇവനും കൂടെ ഉള്ളപ്പോൾ എനിക്ക് സന്തോഷം. അതുകൊണ്ട് എന്താ രസം, ആ കെട്ടിടങ്ങളുടെ ഭംഗിയുണ്ടോ, അതായത് ബിൽഡിങ്ങുകളെല്ലാം പഴയ പണ്ട് കാലത്ത്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഈ കെട്ടിടങ്ങളൊക്കെ എന്നാണിത് പണിതതെന്ന് നമ്മളൊന്ന് നോക്കിയാൽ ചിലപ്പോൾ അത് 17th century 16th century അങ്ങനെ അങ്ങ് പോകും പുറകിലേക്ക്. ഉണ്ടല്ലേ എന്ത് രസമാണെന്ന് നോക്കി. ഇത് നടന്നിട്ട് തീരുന്നില്ലവിടെ കുഞ്ഞ്. സൂട്ടി എന്താ ഇത്, ഏത് വശത്തോട്ട് പോകണം നോക്ക്. അങ്ങോട്ട് പോയാൽ അവിടെ വേറൊരു ഭാഗമുണ്ട്, നമുക്ക് ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് പോകാം അല്ലേ? ഇനിയും സ്ട്രെയിറ്റ് ആണോ കാണിക്കുന്നത്? ഓക്കെ, നമുക്കൊന്ന് കാണാം. നല്ല ഭംഗിയുണ്ട്, ഒരു റിയൽ യൂറോപ്യൻ സൗന്ദര്യം. അതായത് നമ്മൾ ഡബ്ലിനിലൂടെ നമ്മൾ എത്ര നടന്നാലും ആ ഒരു ശരിയായ യൂറോപ്പിൻ്റെ ഒരു ബ്യൂട്ടി കാണാൻ പറ്റില്ല. ഓ, അപ്പോൾ അതാണ് ക്യാസിൽ. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിലോട്ടാണ് നടക്കേണ്ടത്. അതാണ്ട് അവിടെ നടക്കാൻ. ഓക്കെ, സിഗ്നൽ കാണിച്ചു, നമ്മൾ നടക്കുന്നു. വണ്ടികളുടെ ഡ്രൈവേഴ്സ് അത്രമാത്രം മാന്യത കാണിക്കുമ്പോൾ നമ്മളും അതുപോലെ തന്നെ മാന്യത കാണിക്കണ്ടേ? ഇത് കണ്ടോ എന്താ രസം. ക്യാസിലാണ്. കിൽക്കനി ആർട്സ് ഫെസ്റ്റിവൽ. കിൽക്കനി ആർട്സ് ഫെസ്റ്റിവൽ. കാരണം ഇതൊക്കെ നമുക്ക് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇവിടെയൊക്കെ ആർട്സ് ഫെസ്റ്റിവൽ നടത്തി എന്ത് ഭംഗിയായിരിക്കും. ഇവിടെ ആളുകൾക്കൊക്കെ ഇരിക്കാൻ താണ്ട് ഇരിപ്പിടങ്ങൾ, ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ തുറന്ന സ്ഥലം, ഇങ്ങനെ ഇതുണ്ട്. എല്ലായിടത്തും പൂക്കളാണ് ഇവിടെ. പിന്നെ നമ്മളുടെ ഒരു മൂന്നാറിൻ്റെയും വയനാടിൻ്റെയൊക്കെ തണുപ്പും ആ ഒരു രീതിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആ ഭാഗങ്ങളിൽ, മലയോര ഭാഗങ്ങളിലൊക്കെ ഉള്ളതുപോലുള്ള നല്ല നല്ല കളറുള്ള പൂക്കളെല്ലാം ഇവിടെ ധാരാളമുണ്ട്. അതുകൊണ്ട് എല്ലാ പൂക്കൾക്കും നല്ല കളറാണ്. അതുകൊണ്ട് തന്നെ നല്ല കൊട്ടയായിട്ട് വളർന്നു വന്നോളും. അതുകൊണ്ട് പ്രത്യേക ഭംഗിയാണ്. കിൽക്കനി ക്യാസിൽ നല്ലൊരു. പിന്നെ ഈ വർഷം അയർലൻഡിൽ സമ്മർ കുറച്ച് ചൂട് കൂടുതലാണ്. എല്ലാ There was a heat wave when we went to India. There was a heat wave. ജോസൂട്ടി ഈ വർഷം നാട്ടിലൊന്ന് പോയി. അപ്പോൾ നാട്ടിൽ പോയ സമയത്ത് ഇവിടെ ഒരു ഹീറ്റ് വേവ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 1980 അതിന് 1980-ക്ക് 1976 മറ്റോ ആണ്. അതുപോലെ 14 days കണ്ടിന്യൂസ് ഹീറ്റ് വേവ് ആയിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് അത് റെക്കോർഡായിരുന്നു ഇപ്രാവശ്യം. പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ ഒരു മഴയോ ചെറിയൊരു തണുപ്പൊക്കെ കഴിഞ്ഞ് വീണ്ടും നല്ല ചൂടാണിപ്പോൾ. ഇപ്പോഴും ആ 30കളിൽ, അതായത് ഇവിടുത്തെ 21, 25, 30 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു 35, 38 ആ റേഞ്ച് വരും. അതുപോലെ ചൂടാണ് ഇവിടെ. പിന്നെ ഹ്യൂമിഡിറ്റി ഇച്ചിരി കുറവാണ്, അതുകൊണ്ട് അധികം വേർക്കില്ല എന്നൊരു ഇതേ ഉള്ളൂ. ദിസ് ഈസ് ദ ക്യാസിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാസിലെത്തി. അപ്പോൾ അങ്ങനെ ക്യാസിൽ നമ്മൾ ഒന്ന് കയറി. ക്യാസിൽ കയറാനായിട്ട് അഡൽട്സിന്
€8. And I got it for free. ജോസൂട്ടിക്ക് അത് ഫ്രീ ആയിരുന്നു. അപ്പം ഞങ്ങൾ പക്ഷേ ക്യാസിലിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാതെ ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നടക്കാം എന്ന് വിചാരിക്കുന്നു. ജോസൂട്ടിക്ക് കുറച്ച് മടുപ്പൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് അത്ര മടുപ്പില്ല. ഇല്ല? ഓ, വെരി ഗുഡ് ബോയ്. ഓക്കെ. അപ്പോൾ പക്ഷേ ഇതുണ്ട് ആ ഒരു പിടിച്ച് നല്ല ആ നേരെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പൂക്കളുടെ കളറൊക്കെ കണ്ടോ, യെല്ലോ, ഗ്രീൻ. നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് കുറച്ചൊന്ന് നടക്കുകയാണ്. ജോസൂട്ടി പാടാ. ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഫ്രണ്ട്സ്. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇത് ഏത് 3 ആ റൂട്ടിലേക്കും വഴിയുണ്ട്. നമ്മൾ വന്നത് ആ വഴിയിൽ നിന്നാണ്. അതിലെ ഒരു റൂട്ടുണ്ട്, പിന്നെ ഇതിലെ ഒരു റൂട്ടുണ്ട്, ഇങ്ങോട്ടും റൂട്ടുണ്ട്. നമ്മൾ തൽക്കാലത്തേക്ക് ഇങ്ങോട്ടും നടക്കുകയാണ്. എന്ത് കാണാൻ നോക്കാം. ഭയങ്കര സുന്ദരമായ ഒരു ടൗൺ കേട്ടോ. ഓക്കെ, കാണാം. ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഞാനും ജോസൂട്ടിയും മാത്രമായിട്ടൊരു യാത്രയാണ് ഇങ്ങോട്ട് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ജോസൂട്ടിക്ക് അതുകൊണ്ട് ഒറ്റയ്ക്കൊരിടത്തും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അവൻ എൻ്റെ കൂടെ തന്നെ വരണം. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊരു കാപ്പി കുടിക്കും. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 10-15 മിനിറ്റ് വരെയൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടക്കും. അങ്ങനെ പക്ഷെ നടക്കുന്നതിന് ഭയങ്കര ഒരു ഭംഗിയുണ്ട്. ജോസൂട്ടി എന്താ പറയാനുള്ളത്? I'm not tired and I really want to keep on walking. ഓക്കെ, പറഞ്ഞതിൽ സന്തോഷം. പക്ഷേ അവന് ഒരല്പം ക്ഷീണമൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്താണെന്നറിയില്ല, പണ്ട് പോലെ ജോസൂട്ടിക്ക് നടക്കുന്നതിൽ അങ്ങനെ വലിയ ക്ഷീണമൊന്നും കാണിക്കാറില്ല. തീരെ ചെറുതായിരുന്നപ്പോൾ തൊട്ട് ഇവിടെ നടക്കാറുണ്ട്. നമുക്കിങ്ങനെ നേരെ തിരിച്ച് അങ്ങോട്ടൊന്ന് പോയാലോ, നല്ല തിരിച്ച് പോകാൻ തുടങ്ങിയാലോ. ഇതുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഈ റോഡിന് എന്താ മോനെ പറഞ്ഞേ? നമുക്ക് അതൊക്കെ ഇനി ആ ഹോട്ടലിലേക്കുള്ള തിരിച്ച് നമ്മൾ താമസിച്ച ഹോട്ടലിലേക്ക് അത് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ഹോട്ടലിലൊക്കെ ഒന്ന് പോയി ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും വരാം. ഓക്കെ, എന്താണെങ്കിലും പക്ഷേ എനിക്ക് ഈ ടൗൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര കളർഫുള്ളാണ്. പൂക്കൾ, ഈ പൂക്കളിൽ ഉണ്ട്. ഇത് എന്ത് രസമാണെന്ന് നോക്കി. ലെഫ്റ്റ് ബാങ്ക്, പിന്നെ ഇനി നമുക്ക് ഇങ്ങോട്ട് എന്താണെന്ന് നോക്കിയാൽ ഇങ്ങോട്ട് എന്താണെന്ന് നോക്കാം. അങ്ങോട്ടേക്ക് അധികം ടൗൺ ഇല്ലടാ, ഇങ്ങോട്ട് വാടാ ജോസൂട്ടി. അങ്ങോട്ടേക്ക് എന്തോ മൊത്തത്തിലൊരു കളർഫുള്ളാണ് കേട്ടോ. ഇതിപ്പം സത്യം പറഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട്, അയർലൻഡിൽ ഡബ്ലിൻ ആളുകൾ ഒരുപാടായതുകൊണ്ടും പിന്നെ പല രാജ്യക്കാർ ഒത്തിരി പേര് പഠിക്കാനും ജോലിക്കുമൊക്കെ ആയി വന്ന് അത് വല്ലാതെ അങ്ങ് ക്രൗഡഡായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പം പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും പറയാറുണ്ട്, അതായത് മറ്റ് ഒരുപാട് കൗണ്ടികളുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും അയർലൻഡിൻ്റെ സൗന്ദര്യം നന്നായിട്ട് കാണാനും മനസ്സിലാക്കാനുമായിട്ട്. അതിലൊരെണ്ണമാണ് കിൽക്കനി. എന്തായാലും സന്തോഷം ഇവിടെ ഇങ്ങനെ വരാനും ഈ
ഒരു സിറ്റി നിങ്ങളെ പരിചയപ്പെടുത്താനൊക്കെ കഴിഞ്ഞതിൽ എനിക്കും ജോസൂട്ടിക്കും ഭയങ്കരമായ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് സിറ്റികൾ ഇതുപോലെ കവർ ചെയ്യണമെന്നാണ് ആഗ്രഹം. താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. Subscribe, share and comment please. Yeah. Like, share and subscribe please. Subscribe for a cookie. Yeah, that's Subscribe what for a most cookie. creators do. Yeah. That's what most creators do. ഒരു മില്ലേനിയൽ ജനറേഷനും പിന്നെ ഈ പറഞ്ഞ പോലെ ജെൻ ആൽഫയും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് ചിലപ്പോൾ മനസ്സിലാകാതെ വരാറുണ്ട്. നമുക്കിങ്ങനെ കറങ്ങി നമുക്ക് ഹോട്ടലിലേക്ക് എത്താൻ പറ്റുമോടാ? ഇതിലേ വഴിയില്ല, ഇതിലേ പോയിട്ട് പറ്റുമോ? നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം, കുറച്ചങ്ങോട്ടൊന്ന് പോയി നോക്കാം. വാ, അവിടെ നിന്ന് ടേൺ ചെയ്യാമായിരിക്കും. അവിടെ ഇവിടെ ഉണ്ടല്ലോ കഫേ നീറോ. അതായത് ഡബ്ലിനിൽ കാണപ്പെടുന്ന പോഷായിട്ടുള്ള എല്ലാ മൾട്ടിനാഷണൽ ബ്രാൻഡുകളും കഫേ ഷോപ്പുകളും കഫേകളും പിന്നെ അതുപോലെ ബ്രാൻഡഡ് ഷോപ്പ് എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷെ എല്ലാത്തിനും ഒരു പഴമയുണ്ട്, പഴമയുടെ ഒരു ഭംഗിയുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് ഇത് കുറച്ച് ദൂരമുണ്ട് കേട്ടോ, നല്ല ദൂരമുള്ള, അതായത് ഒരുപാട് തലങ്ങും. യൂറോ ജെയിൻ്റ് അത് ക്ലോസ്ഡ് ആണ്. യൂറോ ജെയിൻ്റ് എന്നത് ഒരു വലിയൊരു മൾട്ടിനാഷണൽ റീറ്റെയിൽ ഷോറൂമാണ്. പക്ഷെ അത് ഇവിടെ അയർലൻഡിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. അങ്ങനെ ക്ലോസ് ചെയ്ത ഒരു യൂറോ ജെയിൻ്റാണിത്. അപ്പോൾ ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് ജോസൂട്ടിയെയും കൊണ്ട് നടക്കാൻ പോകുന്നത് അത്ര ഒരു നല്ല കാര്യമല്ല, ഇത്രയും ദൂരമൊക്കെ. ഇനി ഒരുപാട് അങ്ങോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തിരിച്ച് നമ്മൾ ഇതാണ്ട് വീണ്ടും ക്യാസിലിൻ്റെ ഭാഗത്തെത്തി. നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വശത്തേക്ക് പോകുമ്പം വേറെ കുറേ കാഴ്ചകളും തിരിച്ച് പോകുമ്പോൾ വേറെ കാഴ്ചകളും ഒക്കെ ആയിട്ടൊരു മൊത്തം ഒരു പ്രത്യേകതയും വ്യത്യസ്തതയുണ്ട്. അതുകൊണ്ട് ഇതുണ്ട് ഇവിടുത്തെ പ്രത്യേകത. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ ജോസൂട്ടി? അതായത് ഇവിടെ ഈ ടൗണിലെല്ലാം ചെറിയ ഒറ്റ വൺ വേ ആണ് മുഴുവൻ. അത് കൊള്ളാം അല്ലേ? അതൊരു മനോഹരമായ, അത് സൈറ്റ് സീയിങ് ആണ് ശരിക്ക്. അതിനകത്തിരുന്ന് കാണാനും മാത്രം അല്ലേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ എത്ര കടകളാടാ അല്ലേ? ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരുപാട് കടകളാണ്, ഒരുപാട് കടകൾ. ആ, ഒത്തിരി ബാറുകളുണ്ട്. നമുക്ക് ഈ റൂട്ടിലൊന്ന് പോയി പോയിച്ചാൽ അല്ല, അത് സോറി, ഞാനിപ്പോൾ പറഞ്ഞു ഈ റോഡൊന്ന് കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ ജോസൂട്ടിയുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് അറിയത്തില്ല. അവിടെ പണി നടക്കുക. ഞാൻ അതിലേ ഒന്ന് നടന്നാലോ എന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങിയതാണ്. അതുപോലെ തന്നെ ഇതുണ്ടോ ഒരു എത്ര മനോഹരമെന്നൊക്കെ. സമ്മറിലൊക്കെ ഇവർക്ക് ഇങ്ങനെ റൂഫൊക്കെ മാറ്റി വളരെ അടിപൊളിയായിട്ട് നമ്മൾ തിരിച്ച് നോക്കിക്കടാ. നല്ല രസം നോക്കി. ഒരു ബോട്ടിങ് നോക്കിയാടാ. ആദ്യമുണ്ട് ബോട്ടിങ് നടത്തുന്നുണ്ട്. ബോട്ടിങ് അല്ലോ, അതിൻ്റെ കയാക്കിങ് പോലെ അല്ലേ? ഒരാൾ ഒറ്റയ്ക്ക് കണ്ടോ എഴുന്നേറ്റ് നിന്ന് തെളിഞ്ഞു വരുന്നത് കണ്ടോ? എത്ര പാടെന്ന് മനസ്സിലാക്കിയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ഈ ഏറിയയിൽ ക്ലാരലോട്ട് പോയി കയാക്സ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കയാക്സ് കയറിയിട്ട് നമ്മൾ
kind of sink ചെയ്തു. ഓക്കെ പക്ഷേ ഇത്രയും വരെ ഉള്ളൂ ആണോ? വെള്ളം. Yeah, guys, I wish we could go to that bridge, but I don't think we can. ജോസൂട്ടിയുടെ ശബ്ദം എത്രമാത്രം ക്ലിയർ ആയിരിക്കും ഈ വീഡിയോയിൽ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ധാരണ കുറവുണ്ട്. It's pretty. I'm speaking loudly, but if you guys can't hear it, still. ഇപ്പം നീ ഒത്തിരി ലൗഡറായിട്ടാണ് സംസാരിച്ചത്. Alright. 3 minutes. എന്തായാലും ഭയങ്കര രസമുണ്ട് ഈ ഒരു സിറ്റി കേട്ടോ. The hotel. കിൽക്കിനി. Are you going to show them the hotel? Hotel. No, we showed the hotel already. You don't cheat. What we did? We did. What? Did we show the hotel? No. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ കാണിച്ചിരുന്നല്ലോ. ഇതൊരു സിനിമ തിയേറ്റർ ആണെന്ന് തോന്നുന്നല്ലോ. I think it's just a box office. Yeah. Day by day schedule. Arts festival. കിൽക്കനി ആർട്സ് ഫെസ്റ്റിവൽ. അങ്ങനെ നമ്മൾ തിരിച്ച് ഏകദേശം കിൽക്കനി സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. കിൽക്കനി കോളേജ് കേട്ടോ. കിൽക്കനി കോളേജ്. I think I would still rather to go to Trinity. ട്രിനിറ്റിയിൽ നീ ട്രിനിറ്റിയിൽ പൊക്കോളൂ. അല്ലെങ്കിൽ തന്നെ ഡബ്ലിനിൽ പഠിക്കുമ്പോൾ ട്രിനിറ്റി അടുത്തുള്ളപ്പോൾ കിൽക്കനി കോളേജിൽ പോകുന്നത് അതത്ര ഒരു I want to go to Oxford though. Or നീ എവിടെ നിനക്കിഷ്ടമുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ അന്ന് നീ തീരുമാനിച്ച് എവിടെയാണെന്ന് വെച്ചാൽ പൊക്കോളൂ. yeah, but it might be hard. Even though my grades are good, but it's hard to get into Oxford. Harvard, I'm not getting into. I'm so sorry. I'm gonna get into a good university. I think I'm gonna get a good university. നീ ഇപ്പോൾ നമുക്കതിനുള്ള സമയമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കിൽക്കനി ടൗണിൻ്റെ ഒരറ്റത്ത് നിന്ന് ക്യാസിൽ വരെ പോയി 1-2 ചെറുവഴികളിലൂടെയൊക്കെ പോയി. എങ്കിലും ഇത് പൂർണ്ണമല്ല. കിൽക്കനി ഇനിയും ഒരുപാട് സൗന്ദര്യമുള്ള ഒരുപാട് സ്ഥലങ്ങൾ, നല്ല ഇടവഴികൾ, കച്ചവടങ്ങൾ, ഒരുപാട് കടകളുണ്ട്. It says there's only 70 meters left on the maps. It says there's only 70 meters left, but it looks so big. It's towards our hotel. അവിടേക്ക് ഇനിയിപ്പം കുറച്ച് ദൂരമേ ഉള്ളൂ, കാരണം നമ്മളിവിടെ തിരിച്ചെത്തി ഏകദേശം. അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാസിൽ കണ്ടു, പോയി, അവിടെ വരെ നമ്മൾ നടന്നു അല്ലേ ജോസൂട്ടി? You walked with Appa And you walked with Josuti. And now we are back to the city center of Kilkenny. Okay, so we are almost here. It's Kilford Arms Hotel. The Kilford Arms Hotel. നമ്മളിവിടെ തിരിച്ചെത്തി. അപ്പോൾ നമുക്ക് ജോസൂട്ടി ഇനി മറ്റൊരു വീഡിയോയുമായി പിന്നെ വീണ്ടും കാണാമല്ലേ? Okay, see you.